വടകരയുടെ മണ്ണിൽ ഇന്ന് ചർച്ചയാകുന്നത് വികസനമാണോ അതോ വർഗീയതയാണോ? ആവേശത്തിന്റെ അലകടൽ തീർത്തുകൊണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയപ്പോൾ മുതൽ ചിലരുടെയെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഷാഫി വന്നതോടെ വടകര വിഭജിക്കപ്പെട്ടുവെന്നും നാട് അപകടകരമായ നിലയിലാണെന്നും മുൻ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ പറയുമ്പോൾ അതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? വടകരയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാത്തവർക്കായി ആ കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. വടകര എന്ന് കേൾക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കനൽ വഴികളാണ് മലയാളികളുടെ ഓർമ്മയിൽ വരിക. ഈ മണ്ണിലേക്ക് ഷാഫി പറമ്പിലി എന്ന യുവ നേതാവ് എത്തിയത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് വടകരയുടെ മനസ്സ് കീഴടക്കാനായിരുന്നു. എന്നാൽ ഷാഫി പറമ്പിലിന്റെ ഈ ജനപ്രീതിയും വടകരയിലെ സാധാരണക്കാർ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹവും കണ്ട് ഭയന്ന CPM ഇപ്പോൾ ഉന്നയിക്കുന്നത് വിചിത്രമായ ആരോപണങ്ങളാണ്. ടി.പി. രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും പ്രസംഗങ്ങളിലും പറയുന്നത് ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം വടകരയിലെ ജനങ്ങൾ വിഭജിക്കപ്പെട്ടു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഷാഫി ചെയ്തത് വടകരയിലെ മതസൗഹാർദ്ദവും സാഹോദര്യവും കൂടുതൽ ശക്തമാക്കുകയായിരുന്നു. ടി.പി. രാമകൃഷ്ണൻ ആരോപിക്കുന്നത് പോലെ ഷാഫി പറമ്പിൽ വർഗീയത വളർത്തുന്ന ആളാണോ? ഒരിക്കലുമല്ല. ഷാഫി എപ്പോഴും സംസാരിക്കുന്നത് വികസനത്തെക്കുറിച്ചും യുവാക്കളുടെ തൊഴിലിനെക്കുറിച്ചും വടകരയുടെ പുരോഗതിയെക്കുറിച്ചുമൊക്കെയാണ്. എന്നാൽ കാലങ്ങളായി വടകരയെ തങ്ങളുടെ ഉരുക്കുകോട്ടയായി കണ്ടിരുന്നവർക്ക് ഷാഫിക്ക് ലഭിക്കുന്ന സ്വീകാര്യത താങ്ങാൻ കഴിയുന്നില്ല. ഇതിനെയാണ് രാഷ്ട്രീയ വിഭജനം എന്ന് CPM വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ വടകരയിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ ശ്രമിച്ചത് ആരാണ് എന്ന് കേരളത്തിന് നന്നായിട്ടറിയാം. തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വന്ന കാഫിർ പോസ്റ്റും അതുണ്ടാക്കിയ വിവാദങ്ങളും ആരുടെ ബുദ്ധിയായിരുന്നു എന്ന് ഇന്നും ചോദ്യമായി അവശേഷിക്കുകയാണ്. ഷാഫി പറമ്പിലിനെതിരെ ടി.പി. രാമകൃഷ്ണൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അവർ എത്രമാത്രം പ്രതിരോധത്തിലാണെന്ന്. വടകരയുടെ വികസന കാര്യത്തിൽ മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് അവർ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലേക്കും കടക്കുന്നത്. ഷാഫി പറമ്പിൽ വന്നതോടെ വടകര അപകടത്തിലായി എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വടകരയിലെ CPMന്റെ ആധിപത്യ അപകടത്തിലായി എന്നതാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളും ടി.പി. രാമകൃഷ്ണന്റെ വാക്കുകളും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഷാഫി പറമ്പിലിന്റെ ജനകീയ ഇടപെടലുകളെ നേരിടാൻ രാഷ്ട്രീയമായ ആയുധങ്ങൾ CPMന്റെ പക്കലില്ല. അതുകൊണ്ടാണ് ഷാഫി വന്നതിന് ശേഷം വടകരയിൽ അശാന്തി ഉണ്ടായി എന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ വടകരയിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് ഷാഫി ആരാണെന്നറിയാം. പാലക്കാട് നിന്ന് വടകരയിലേക്ക് കെട്ടുകാഴ്ചകളില്ലാതെ വന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നേതാവാണ് ഷാഫി പറമ്പിൽ. ടി.പി. രാമകൃഷ്ണൻ ഉന്നയിക്കുന്ന ഓരോ ആരോപണവും ഷാഫി പറമ്പിലിന്റെ വിജയത്തിന്റെ തിളക്കം കൂട്ടുകയേ ഉള്ളൂ. വിഭജനം നടത്തുന്നത് ഷാഫിയല്ല, മറിച്ച് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. വടകരയിലെ ജനങ്ങൾക്കിടയിൽ ഷാഫി ഉണ്ടാക്കിയെടുത്ത ആത്മബന്ധം തകർക്കാൻ ഇത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾക്കൊന്നും സാധിക്കില്ല. വടകരയുടെ മണ്ണ് സ്നേഹത്തിൻ്റെതാണ്. അവിടെ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ ആര് ശ്രമിച്ചാലും ജനങ്ങൾ അത് തിരിച്ചറിയും. എന്തായാലും ഷാഫി പറമ്പിലിനെ ഭയപ്പെടുന്നത് വടകരയിലെ ജനങ്ങളല്ല, മറിച്ച് വടകരയിലെ ജനവിധി തങ്ങൾക്ക് എതിരാകുമെന്ന് ഉറപ്പുള്ള ചില രാഷ്ട്രീയ നേതാക്കളാണ്. ടി.പി. രാമകൃഷ്ണന്റെ ആരോപണങ്ങൾ വടകരയിലെ വോട്ടർമാർ പുച്ഛിച്ച് തള്ളുമെന്നതിൽ സംശയമില്ല. ഷാഫി പറമ്പിലി എന്ന യുവ പോരാളിയുടെ കൂടെ വടകരയുണ്ട്. വടകരയുടെ മനസ്സ് ഷാഫിക്കൊപ്പമാണ്. സത്യാവസ്ഥകൾ ഇനിയും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്.